LDC 2024 ഇതുവരെ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങാത്തവർ ശ്രദ്ധിക്കുക. ഇപ്പോഴെങ്കിലും തുടങ്ങുക. നമുക്ക് പഠിച്ചു തുടങ്ങാം. യൂറോപ്യന്മാരുടെ ആഗമനം. നേരെ ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോ മുഴുവൻ കാണുക. യൂറോപ്യന്മാരുടെ ആഗമനം, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. നമുക്കറിയാം, കൊളംബസിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊളംബസ് ആണ് ഇന്ത്യ കണ്ടെത്താനുള്ള ആദ്യ ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത് 1492. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നില്ല. ആ കഥകളൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ കൊളംബസ് ആണ് ആദ്യ ശ്രമങ്ങൾ നടത്തിയത്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അറബികളൊക്കെ എത്തിയത്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരെന്ന് ചോദിച്ചാൽ അറബികളാണ്. ആ സമയത്തും അറബികൾ വരുന്ന സമയത്തും ചൈനീസുകാരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആർക്കും ഡോമിനൻസ് ഇല്ല. പോർച്ചുഗീസുകാരാണ് ഇതിനൊരു മാറ്റം വരുത്തിയത്. ഒരു മൊണോപ്പൊളി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ്, പിന്നീട് ഡച്ചുകാർ, പിന്നീട് ബ്രിട്ടീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാർ. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എന്താണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ദെൻ ഫ്രഞ്ചുകാർ. ഇതാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. ഈ യൂറോപ്യന്മാരുടെ ആഗമനമാണ് ആധുനിക ഇന്ത്യാ ചരിത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആധുനിക ഇന്ത്യാ ചരിത്രത്തിൻ്റെ തുടക്കം കുറിച്ച സംഭവം എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ഏത് കാലഘട്ടത്തിലാണ് അവർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് അവർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാരെന്ന് ചോദിച്ചാൽ ഉത്തരം അറബികളാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് ഏഷ്യ, ഇത് യൂറോപ്പ്, ഇത് ആഫ്രിക്ക ആൻഡ് ഇത് ഇന്ത്യ. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപാരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രവേശന കവാടമായിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട പ്രവേശന കവാടമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? യൂറോപ്പ് ഏഷ്യ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ 1453 1453 തുർക്കികൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഈ ഏരിയ ഈ തുർക്കികൾ പിടിച്ചെടുത്തു, ഇവരുടേതാക്കി മാറ്റി. അപ്പോൾ എന്തു പറ്റി? ഈ തുർക്കികളുടേതായി ഈ സ്ഥലം മൊത്തം, കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെ ഈ സ്ഥലം തുർക്കികളുടേതായി. അപ്പോൾ യൂറോപ്പ് ഏഷ്യ വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട് കടൽ മാർഗം വേറെ ഒരു വഴി കണ്ടെത്തേണ്ടതായിട്ട് വന്നു, ഒരാവശ്യമായിട്ട് വന്നു. കാരണം ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രവേശന കവാടം കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചെടുത്തു? തുർക്കികൾ 1453 പിടിച്ചെടുത്തു. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഒരു വാണിജ്യപാത കണ്ടെത്തുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് വന്നു. ഇനി അടുത്ത പിക്ചർ നോക്കിക്കേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇത് ചുറ്റി ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുക. ഈ മാർഗം അവസാനിച്ചല്ലോ. ഈ മാർഗം അവസാനിച്ചപ്പോൾ എന്ത് പറ്റി? പുതിയ കടൽ മാർഗം, പുതിയ വാണിജ്യപാത കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷാ മുനമ്പ്, ഇത് ചുറ്റി ഇങ്ങനെ പുതിയ വഴിയിൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെ ആഫ്രിക്കയിലെ ഈ ശുഭപ്രതീക്ഷാ മുനമ്പ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇതാണ്, അതിവിടെ വരും. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. മനസ്സിലാക്കണം, അദ്ദേഹം ഇന്ത്യയിലെത്തിയ ആദ്യ നാവികനല്ല. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റിയത് ഈ റൂട്ട് കണ്ടുപിടിച്ച ആളാണ്. ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയിലെത്തിയ ആളല്ല. അദ്ദേഹം ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. എന്നാണത് 1488. ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ആരാണ് ആദ്യം എത്തുന്നത്? വാസ്കോ ഡ ഗാമയാണ്. എന്നാണ് അദ്ദേഹം എത്തുന്നത്? 1498 മെയ് 20 അദ്ദേഹം എത്തുന്നത്. നമുക്ക് ആ കഥയിലേക്ക് പോവാം. അപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എങ്ങനെയാണ് ആ വഴി ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ 1453 പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിൽ
എത്താനായിട്ട് ഒരു വാണിജ്യപാത കണ്ടെത്തേണ്ടത് ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഒരു വാണിജ്യപാത കണ്ടെത്തിയത്. അങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. എന്നാണ് ചുറ്റി സഞ്ചരിക്കുന്നത്? 1488 അദ്ദേഹം ആ മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച് കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അതിൽ ആരാണ് ആദ്യം എത്തുന്നത്? വാസ്കോഡ് ഗാമ. വാസ്കോഡ് ഗാമയുടെ ആഗമനം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാൽ അതിനോടനുബന്ധിച്ച് വേറൊരു ചോദ്യം കൂടി ഇപ്പം പഠിച്ചിട്ട് പോകാം. കരമാർഗം. ഇതിപ്പോൾ നമ്മൾ കടൽ മാർഗ്ഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ആരാണ്? പെറോ ഡി കൊവിൻഹയാണ്. ഈ പേരൊന്ന് ഓർത്തിരിക്കണേ, പിന്നീട് ഉപയോഗം വരും. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോ ഡി കൊവിൻഹ. പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് വാസ്കോഡ് ഗാമയുടെ ആഗമനത്തെക്കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ് ഗാമ. അദ്ദേഹം 1497 ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം 1497 ഇന്ത്യയിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിക്കുന്നത്. ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ്? ഡോം മാനുവൽ ഒന്നാമൻ. ആരാണ് ഈ ഡോം മാനുവൽ ഒന്നാമൻ? പോർച്ചുഗീസ് രാജാവാണ് ഡോം മാനുവൽ ഒന്നാമൻ. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം ഇന്ത്യ ഭയങ്കര ഫേമസ് സ്പൈസസിനും അതുപോലെ കോട്ടൺ, സ്പൈസ്, റോ മെറ്റീരിയൽസ് ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഇന്ത്യയിലേക്കുള്ള മാർഗം തേടി വന്നത്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ്. അപ്പോൾ ഇന്ത്യ സ്പൈസസ്, അതുപോലെ കോട്ടൺ, അതുപോലെ റോ മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിക്കാൻ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടാണ് കടൽ മാർഗം ഇന്ത്യയിലെത്താനായിട്ടുള്ളൊരു മാർഗം ആവശ്യമായിട്ട്, വാണിജ്യപാത ആവശ്യമായിട്ട് വന്നതും അവർക്ക്. അങ്ങനെ വാസ്കോഡ് ഗാമയാണ് ആദ്യം എത്തുന്നത്. ആ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും ഇനി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള, മറ്റ് പൗരസ്ത്യ ദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം വികസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഡോം മാനുവൽ ഒന്നാമൻ ആരെ വിടുന്നത്? വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കാരണം ഇന്ത്യയിലേക്ക് അന്ന് വരെ കടൽ മാർഗം ആരും എത്തിയിട്ടില്ല. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ളൊരു വഴി കണ്ടെത്തുക, അതുപോലെ തന്നെ പൗരസ്ത്യ ദേശങ്ങളുമായിട്ടുള്ള ട്രേഡൊക്കെ വികസിപ്പിക്കുക, ഈ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചാണ് ഡോം മാനുവൽ ഒന്നാമൻ വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഒരു കപ്പൽ വ്യൂഹത്തിലാണ്. അപ്പോൾ സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ, ഈ കപ്പൽ വ്യൂഹങ്ങളിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേലാണ്. അപ്പോൾ സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ, ഈ 3 കപ്പലുകൾ അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കപ്പൽ വ്യൂഹം. അതിൽ അദ്ദേഹം സഞ്ചരിച്ചത് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ്. അങ്ങനെയാണ് അദ്ദേഹം എവിടെ എത്തുന്നത്? 1498 മെയ് 20 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് അദ്ദേഹം എത്തുന്നത്. 1498 മെയ് 20 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ച്. അപ്പോൾ ഇത് മറക്കരുത്, 1498 അദ്ദേഹം എത്തുന്നത്. വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് അൽവാരോ വെൻഹോ എന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഥ മനസ്സിലായോ? അദ്ദേഹം ലിസ്ബണിൽ നിന്ന് യാത്ര തിരിക്കുന്നത് 1497 ഡോം മാനുവൽ 1 പോർച്ചുഗീസ് രാജാവാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വാസ്കോഡ് ഗാമ എത്തുന്നത്. വാസ്കോഡ് ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോ. അപ്പോൾ 3 കപ്പലുകളാണ് നമ്മൾ പേര് പഠിച്ചത്: സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ. ഇതിലേതിലായിരുന്നു വാസ്കോഡ് ഗാമ സഞ്ചരിച്ചത്? സെൻറ്റ് ഗബ്രിയേലിലായിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം 1498 മെയ് 20 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിൽ കപ്പലിറങ്ങുന്നു. ഓക്കെ, ഇനി അദ്ദേഹം വാസ്കോഡ് ഗാമ വന്നത് വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നേരെ കോഴിക്കോട് നഗരത്തിൽ അവിടെ കോവിലകത്ത് എന്ന് അവിടുത്തെ റൂളർ ആരാണ്? സാമൂതിരിയാണ്, സാമോറിൻ. അപ്പോൾ സാമൂതിരിയെ കണ്ട് കച്ചവടത്തിനായിട്ട് റിക്വസ്റ്റ് വെച്ചു.
അപ്പോൾ എന്ത് ചെയ്തു, സാമൂതിരിക്ക് അന്ന് അറബികളുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്. അറബികളുമായിട്ട് വാണിജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാസ്കോഡ് ഗാമ എത്തുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം എത്തിയ വിദേശികൾ അറബികളാണ്. അവരുമായിട്ടുള്ള വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോർച്ചുഗീസുകാരെത്തുന്നത്. വാസ്കോഡ് ഗാമ കോഴിക്കോട് നഗരത്തിലെത്തിയ ശേഷം എന്ത് ചെയ്തു, കോവിലകത്ത് എന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. എന്നിട്ട് എന്ത് റിക്വസ്റ്റ് ചെയ്തു, കച്ചവടത്തിനായിട്ടുള്ള റിക്വസ്റ്റൊക്കെ വെച്ചു. പക്ഷേ ഈ അറബുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയ കാരണം സാമൂതിരി അതിനകത്തുനിന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു, ഒഴിഞ്ഞു മാറി. അങ്ങനെ 1498 അദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ട് 1498 ഓഗസ്റ്റിൽ വാസ്കോഡ് ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. അങ്ങനെ യാത്ര തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണൂർ കോലത്തിരി രാജാവിനെ കാണാൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ചാണ് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ ചെന്ന് അദ്ദേഹം ഈ കോലത്തിരി രാജാവുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കുന്നു. വാണിജ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കോലത്തിരി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അദ്ദേഹം എത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് ആരെ കണ്ടു, സാമൂതിരിയെ കണ്ടു. സാമൂതിരി അറബ് ബന്ധം ശക്തമായതുകൊണ്ട് വാണിജ്യ ബന്ധത്തിനുള്ള താല്പര്യം കാണിച്ചില്ല വാസ്കോഡ് ഗാമയുമായിട്ട്. അങ്ങനെ 1498 ഓഗസ്റ്റിൽ ഇവർ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് കോലത്തിരി രാജാവ്, അതായത് കണ്ണൂർ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷണം അനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങുന്നു. അവിടെ വാണിജ്യബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ 3 കപ്പലിലാണല്ലോ വന്നത്. ആ 3 കപ്പലിൽ നിറയെ ചരക്ക് കയറ്റിയിട്ടാണ് കോലത്തിരി രാജാവ് വാസ്കോഡ് ഗാമയെ യാത്രയാക്കിയത്. അങ്ങനെ നിറയെ ചരക്കുമായിട്ട് തിരിച്ചുപോയി. അപ്പോൾ വാണിജ്യബന്ധം ആരംഭിച്ചു അവരുമായിട്ട്. അങ്ങനെ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ അദ്ദേഹം തിരിച്ചെത്തുന്നു. അങ്ങനെ ഒരു യാത്രയുടെ കഥയാണ്, ഒരു കപ്പൽ യാത്രയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്, അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1497 ലിസ്ബണിൽ നിന്ന് അദ്ദേഹം ഡോം മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്കുള്ള വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെട്ടതാണ്. അങ്ങനെ സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് ബെറിയോ, സെൻറ്റ് റാഫേൽ ഈ 3 കപ്പൽ വ്യൂഹങ്ങളുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ 1498 മെയ് 20 കടപ്പുറത്ത് എത്തുന്നു. എവിടെ? കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിൽ അദ്ദേഹം കപ്പലിറങ്ങുന്നു. അങ്ങനെ അദ്ദേഹം സാമൂതിരിയുടെ അടുത്ത് ചെന്ന് വാണിജ്യബന്ധത്തിന് റിക്വസ്റ്റ് വയ്ക്കുന്നു. അത് നടക്കുന്നില്ല. അങ്ങനെ 1498 ഓഗസ്റ്റിൽ വാസ്കോഡ് ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടതായിട്ട് വന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ണൂരുമായിട്ട് കോലത്തിരി രാജാവുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ചരക്കുകൾ നിറച്ച കപ്പലുമായിട്ട് സന്തോഷത്തോടെ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തിച്ചേരുന്നു. ഇതാണ് വാസ്കോഡ് ഗാമയുടെ ആദ്യത്തെ യാത്രയുടെ കഥ. ഇനി വാസ്കോഡ് ഗാമ അങ്ങ് ലിസ്ബണിലെത്തിയ ശേഷം, ഇപ്പോൾ വഴി മനസ്സിലായല്ലോ, വാണിജ്യം തുടങ്ങി. അപ്പോൾ പുതിയ വാണിജ്യ പാത കണ്ടെത്തി. ഇത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത്രയും റോ മെറ്റീരിയൽസ് കിട്ടും, ഇത്രയും സ്പൈസസ് കിട്ടും എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റി? 1499 വാസ്കോഡ് ഗാമ ലിസ്ബണിലെത്തിയതിന് ശേഷം രണ്ടാമതൊരു സംഘം കൂടി വന്നു. ആ സംഘം ഇന്ത്യയിൽ എത്തുന്നത് 1500-ലാണ്. 1500-ലാണ് രണ്ടാം പോർച്ചുഗീസ് സംഘം ഈ ഡോം മാനുവൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എത്തുന്നത്. അൽവാരിസ് കബ്രാളാണ് അതിന് നേതൃത്വം നൽകിയത്. അൽവാരിസ് കബ്രാൾ. ഈ കബ്രാളിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ഐറിസ് കൊറിയ. ഈ ഐറിസ് കൊറിയ സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തി. എന്തിന്? കച്ചവടത്തിന്. ആദ്യം ഈ കച്ചവടം കിട്ടിയില്ല, കോഴിക്കോട് കിട്ടിയില്ല, തിരിച്ചു പോകേണ്ടി വന്നില്ലേ വാസ്കോഡ് ഗാമയ്ക്ക്. രണ്ടാമതെത്തിയ സംഘമാണ് അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. ഈ സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഐറിസ് കൊറിയ എന്ത് ചെയ്തു? സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തി. അങ്ങനെ വ്യാപാര ബന്ധം ആരംഭിച്ചു. പക്ഷേ എന്നാലും പ്രശ്നമുണ്ട്. കോഴിക്കോട്ട് അറബികളുമായിട്ട് പ്രശ്നം. അപ്പോൾ ഈ അറബികൾ ഓൾറെഡി അവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അറബികളുമായിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ ഈ അറബികളുമായിട്ടുണ്ടായ പ്രശ്നം കാരണം കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ സംഘം തിരിച്ചു പോയത് അങ്ങനെ സംഘം തിരിച്ചു പോകുന്ന വഴിക്ക് കൊച്ചിയിലെത്തി. 1500 ഡിസംബർ 25 കൊച്ചി രാജാവ് അവരെ സ്വീകരിച്ചു. കൊച്ചി രാജാവ് അവരെ 1500 ഡിസംബർ 25 അവരെ സ്വീകരിച്ചു. ആരെ? ഈ രണ്ടാം പോർച്ചുഗീസ് സംഘത്തിനെ സ്വീകരിച്ചു. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാനായിട്ട് കൊച്ചി രാജാവ് അവർക്ക് പെർമിഷനൊക്കെ കൊടുക്കുന്നു. അവരുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം രണ്ടാമതെത്തിയ സംഘവും തിരിച്ചു പോകുന്നു. അങ്ങനെ അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിലാണ് എത്തുന്നത്. കോഴിക്കോട് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ ഐറിസ് കൊറിയ കോഴിക്കോട് വ്യാപാരമൊക്കെ സെറ്റാക്കുന്നു. പക്ഷേ അറബികളുമായിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പോർച്ചുഗീസ് സംഘത്തിന് തിരിച്ചു പോകേണ്ടി വരുന്നു. തിരിച്ചു പോകുന്ന വഴി കൊച്ചിയിലെത്തുന്നു. അങ്ങനെ കൊച്ചി രാജാവ് സ്വീകരിക്കുന്നു. അവിടെ വ്യാപാരശാലയൊക്കെ നിർമ്മിക്കാനായിട്ട് അനുവാദം നൽകുന്നു.
കൊച്ചി കോഴിക്കോട് യുദ്ധം കൂടി നമുക്കൊന്ന് നോക്കാം. കൊച്ചി കോഴിക്കോട് യുദ്ധം നമ്മൾ പറഞ്ഞു, രണ്ടാമതൊരു സംഘം, രണ്ടാം പോർച്ചുഗീസ് സംഘം അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് പറയുമ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ പോലെ കേൾക്കുമ്പോൾ അങ്ങ് മനസ്സിലുറയ്ക്കും. അപ്പോൾ രണ്ടാം പോർച്ചുഗീസ് സംഘം നേതാവ് ആരായിരുന്നു? അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്തു? കോഴിക്കോട് വ്യാപാരം ആരംഭിച്ചു. പക്ഷേ അറബികളുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പോയ വഴിക്കാണ് കൊച്ചി രാജാവ് അവരെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള വ്യാപാരങ്ങൾക്കുള്ള സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തതും. അങ്ങനെ ഈ കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായി വന്നു. ഈ സൗഹൃദം ആർക്കിഷ്ടപ്പെട്ടില്ല? കോഴിക്കോട് സാമൂതിരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? ഒരു സന്ദേശം അയച്ചു, കൊച്ചി രാജാവിന് ഒരു സന്ദേശം അയച്ചു, എത്രയും പെട്ടെന്ന് പോർച്ചുഗീസുകാരെയൊക്കെ കൊച്ചിയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന്. കൊച്ചി രാജാവ് കേൾക്കുമോ? ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കോഴിക്കോട് രാജാവ് സൈന്യവുമായിട്ട് കൊച്ചിയിലേക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ യുദ്ധം നടക്കുന്നു. കൊച്ചിയിലെ കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു. ഈ രാജാവ് യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുന്നു. ഈ സമയത്താണ് 1503 ഫ്രാൻസിസ്കോ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നാം പോർച്ചുഗീസ് സംഘം എത്തുന്നത്. ഈ മൂന്നാം സംഘം എന്ത് ചെയ്തു? ഈ മൂന്നാം സംഘം സാമൂതിരി പിടിച്ചെടുത്ത കൊച്ചിയിലെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ച് കൊച്ചി രാജാവിന് നൽകി. അവർക്ക് സൗഹൃദമുണ്ടല്ലോ, കൊച്ചി രാജാവുമായിട്ട് പോർച്ചുഗീസുകാർക്ക് സൗഹൃദമുണ്ടല്ലോ. അത് കാരണമാണല്ലോ കോഴിക്കോട് സാമൂതിരി പ്രശ്നമുണ്ടാക്കിയതും യുദ്ധമുണ്ടാക്കുന്നതും. അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാം സംഘം, ഫ്രാൻസിസ്കോ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ വന്ന മൂന്നാമത്തെ സംഘം സാമൂതിരി പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ച് കൊച്ചി രാജാവിന് നൽകി. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ വന്നതോടെയാണ് കോഴിക്കോട് സൈന്യം പിൻവാങ്ങുന്നത്. അതാണ് കൊച്ചി കോഴിക്കോട് യുദ്ധത്തിൻ്റെ കഥ. നമുക്ക് പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൂടി പഠിക്കാം. പോർച്ചുഗീസ് സാമ്രാജ്യത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൂടി പഠിക്കാം. ഇങ്ങനെ പോർച്ചുഗീസുകാർക്ക് എന്ത് കിട്ടുന്നു? ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നല്ലേ. പോർച്ചുഗീസുകാരാണ് ഇവിടെ കൊച്ചിയിലെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് ഒരു അപ്പർ ഹാൻഡ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നു. പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1628 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് 1628. അതുപോലെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനികൾ, അവർ പിടിച്ചെടുത്ത കോളനികളാണ് ഗോവയും ദാമൻ ദിയുവും. ആദ്യം തലസ്ഥാനം കൊച്ചിയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അവർ 463 വർഷങ്ങളാണ് ഇന്ത്യയിൽ ഭരിച്ചത്. ആദ്യം വ്യാപാരത്തിന് വന്നതാണ്, സ്ലോലിയാണ് അവർ വാണിജ്യ ബന്ധത്തിന് വന്നവർ സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായിട്ട് മാറിയത് സ്ലോലിയാണ്. അപ്പോൾ പോർച്ചുഗീസ് രാജാവിന് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ ഒന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 അദ്ദേഹം വൈസ്രോയി ആയിട്ട് നിയമിതനാകുന്നത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂർ കോട്ട എന്ന് പറയുന്ന ഈ കോട്ട നിർമ്മിച്ചത് അദ്ദേഹമാണ്. അത് 1505 നിർമ്മിക്കുന്നത്. 1505 അത് നിർമ്മിക്കുന്നത്. 1509 അദ്ദേഹം ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയി. അപ്പോൾ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അൽമേഡയാണ്. ഇനി അടുത്ത ആളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അൽബുക്കർക്കാണ് രണ്ടാമത്തെ വൈസ്രോയി. 1509 അദ്ദേഹം വൈസ്രോയി ആയിട്ട് നിയമിതനാകുന്നത്. ആദ്യത്തെ വൈസ്രോയി ആരാ? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ വൈസ്രോയി അൽബുക്കർക്കാണ് രണ്ടാമത്തെ വൈസ്രോയി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നപ്പോൾ വാണിജ്യ ആവശ്യത്തിനാണ് അവർ വന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. വാണിജ്യ ആവശ്യത്തിന് വന്നവരെ അതിൽ നിന്ന് മാറി ഒരു സാമ്രാജ്യത്വത്തിൻ്റെ തുടക്കം ഒക്കെ ആയത് ഈ സമയത്താണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഒന്നുകൂടി പറയാം, പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അൽബുക്കർക്കാണ്. അദ്ദേഹമാണ് ഈ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത്. എന്താ അത്? ഇന്ത്യയിൽ നിന്നും വിവാഹം കഴിക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അതാണ് മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇദ്ദേഹമാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചത്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. അതിന് ഇദ്ദേഹത്തിനെ സഹായിച്ചത്, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് മാർഷൽ കുട്ടിൻഹോയാണ്.
മാർഷൽ കുട്ടിൻഹോയാണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി ഒന്നുകൂടി പറയാം, ഗോവ പിടിച്ചെടുത്തതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി എന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും അൽബുക്കർക്കാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് ഈ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ്. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് കുറച്ചേറെ പഠിക്കാനുണ്ടല്ലേ. രണ്ടാമത്തെ വൈസ്രോയിയാണ്. 1509 നിയമിതനാകുന്നത്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നു. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ നേതൃത്വം നൽകി. ആദ്യ കോട്ട ഏതാണ്? പള്ളിപ്പുറം കോട്ട. 1503 അദ്ദേഹമാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. അത് 1503 നിർമ്മിക്കുന്നത്. നമ്മൾ മുമ്പേ അൽമേഡയുടെ ഒരു കോട്ടയുടെ കാര്യം പറഞ്ഞത് 1505 അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു 1505 എന്നെടുത്ത് പറഞ്ഞു. കാരണം ഇതാണ് ആദ്യ കോട്ട, ഇത് 1503 പള്ളിപ്പുറം കോട്ട. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം കുറച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൂടി പറയാം. സതി നിരോധിച്ചു, നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അദ്ദേഹം അന്തരിച്ചത് 1515 ഡിസംബറിലാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം കൊച്ചി, പിന്നീട് തലസ്ഥാനം ഗോവയാണ്. ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. 1515 ഡിസംബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി ഒരാളെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതാണ് വാസ്കോഡ ഗാമ. നമ്മൾ വാസ്കോഡ ഗാമയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം 1498 അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലെത്തുന്നത്, കേരളത്തിലെത്തുന്നത് അല്ലേ. 1498 ആദ്യം എത്തുന്നു. പിന്നീട് ആ വർഷം തന്നെ തിരിച്ചുപോയി 1499 ലിസ്ബണിൽ അദ്ദേഹം തിരിച്ചെത്തിയെന്നും നമ്മൾ പഠിച്ചു. 1502 അദ്ദേഹം രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തുന്നത്. അഞ്ചു ദ്വീപിലാണ്, നിയർ ഗോവ, അഞ്ചു ദ്വീപിലാണ് അദ്ദേഹം രണ്ടാമതായിട്ട് എത്തുന്നത്. മൂന്നാമതായിട്ട് എത്തുന്നതാണ് 1524. മൂന്നാമത്തെ പ്രാവശ്യവും അവസാനത്തെ പ്രാവശ്യവുമാണിത്. കാരണം ഈ വർഷമാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ആദ്യം എത്തുന്നത് 1498, പിന്നീട് എത്തുന്നത് 1502, പിന്നീട് എത്തുന്നത് 1524. ഈ 1524 വന്നപ്പോൾ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു. മലമ്പനി ബാധിച്ചാണ് അന്തരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്, കൊച്ചിയിലുള്ള. പിന്നീട് 1539 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ലിസ്ബണിലേക്ക് മാറ്റി. ജെറോമിനസ് കത്തീഡ്രലിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടമുള്ളത്. ജെറോമിനസ് കത്തീഡ്രൽ ലിസ്ബണിലാണ് ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടമുള്ളത്. 1539 പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. അപ്പോൾ വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അദ്ദേഹത്തിന് വിശേഷണമുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോം മാനുവൽ രാജാവാണ് അദ്ദേഹത്തിന് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന വിശേഷണം നൽകിയത്. ഡോം മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവയിലാണ്. വാസ്കോഡ ഗാമ എന്ന പേരുള്ള സ്ഥലമുള്ളത് ഗോവയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പഠിക്കേണ്ടത്. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന വിശേഷണം നൽകിയത് ഡോം മാനുവൽ രാജാവാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി കേൾക്കുക, പഠിച്ചു വയ്ക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്താം. ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.